ഈ ചോദ്യം ലാഭവും നഷ്ടവും എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത്. എന്താണ് ചോദ്യം? ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? നമ്മളെങ്ങനെ കാണും? രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ അതിന്റെ ലാഭം എത്രയാണെന്ന് കണക്കൂട്ടിയിട്ട് ആ ലാഭം വാങ്ങിയ വിലയോടെ കൂട്ടിയാൽ, അതല്ലെങ്കിൽ ഒരുമിച്ച് പെർസെൻറ്റേജ്, പിന്നെ 12% ആണെങ്കിൽ 112% വാങ്ങിയ വിലയെ 112% വെച്ചാലും ഉത്തരം കിട്ടും. നമുക്ക് രണ്ട് രീതിയിലും ആ കണക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്ന് എന്താണ് അതിന്റെ ലാഭം എത്രയാണ്? ലാഭം എന്നുള്ളത് 1200 രൂപയുടെ 12% അപ്പൊ 0 വെട്ടി 12 144. 144 രൂപയായിട്ട് ലാഭം കിട്ടേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ലാഭം 144 രൂപ. വാങ്ങിയത് എത്രയാണ്? 1200 രൂപയ്ക്കാണ്. അപ്പൊ 1200 144, 1200 100 1300 പിന്നെ 1344 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. എവിടെയാണ് ഉത്തരം കിടക്കുന്നത്? ടി ആണ്. 1344 രൂപ എന്നത് ടി ഓപ്ഷനാണ്. ഇത് ശരി. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താ? നേരിട്ട് ഗുണിക്കുക. എത്രയാണ് വാങ്ങിയ വില? 1200. 100% 1200 വിചാരിക്കുക. 12% ലാഭം കിട്ടാൻ 100 12 112. 112% കൊണ്ട് ഗുണിക്കണം. 112% കൊണ്ട് ഗുണിക്കണമെങ്കിൽ എന്താണ്? 100. 112/100. അതിൽ 0 വെട്ടി 12 × 112. 12 × 112 12 ആദ്യം 100 കൊണ്ട് ഗുണിക്കാം, പിന്നെ 12 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പൊ 12 × 100 1200, പിന്നെ 12 144. അതും നേരത്തെ അതേ രൂട്ടിലാണ് വരുന്നത്. അല്ലെങ്കിൽ 112 × 12 എന്നുള്ളത് മൾട്ടിപ്ലൈ ഗുണിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. എത്ര കിട്ടുക? 1344 രൂപ ഒറ്റയടിക്ക് ഉത്തരം. രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം 1344 രൂപ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ.